കൊച്ചി കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊന്തിയതായി പരാതി. കൂട് കൃഷി നടത്തുന്ന കർഷകരുടെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. കർഷകരുടെ പരാതിയെ തുടർന്ന് കുഫോസും ഫിഷറീസ് വിഭാഗവും പ്രദേശത്ത് പരിശോധന നടത്തി. അതേസമയം പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഹൈക്കോടതി ഇടപെട്ടു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിശോധനയിൽ വെള്ളത്തിൽ അപകടകരമായ അളവിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് കുഫോസിന് പഠന സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊന്തിയ സാഹചര്യം, ഒപ്പം തന്നെ പെരിയാറിലെ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടൽ, അപ്പോൾ ഈ കുഫോസിന്റെ പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ, ഫിഷറീസ് വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും. ലക്ഷ്മി, മരട് കുണ്ടന്നൂർ ഭാഗത്താണ് ഇന്നലെ മുതൽ കൂട് കൃഷി നടത്തുന്ന കർഷകരുടെ മത്സ്യങ്ങൾ ചത്തുപൊന്തി തുടങ്ങിയത്. നിലവിൽ പ്രദേശത്ത് കുഫോസും അതോടൊപ്പം തന്നെ ഫിഷറീസ് വിഭാഗവും പരിശോധന നടത്തുകയും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ശ്വാസം ലഭിക്കാതെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ വെള്ളത്തിന് മുകളിലേക്ക് പൊന്തി വരുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. എന്തായാലും കുഫോസും അതോടൊപ്പം തന്നെ ഫിഷറീസ് വിഭാഗവും സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു. അതിന്റെ ഫലം അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പെരിയാറിന് പിന്നാലെയാണ് കുണ്ടന്നൂർ ഭാഗത്തും ഇത്തരത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുമൊന്തുന്ന ഒരു സാഹചര്യം തുടരുന്നത്. ഇത് വലിയ രീതിയിൽ ആശങ്ക മത്സ്യ കർഷകരുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്, അതോടൊപ്പം തന്നെ വേണ്ട നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കണമെന്നുകൂടി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ 2020 പെരിയാറിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നിലനിന്നിരുന്നു. ആ ഹർജിയിൽ സമർപ്പിക്കപ്പെട്ട ഉപഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ മത്സ്യക്കുരുതി സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഉപഹർജി ഹൈക്കോടതി ജൂൺ 3 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുഫോസിന്റെ പഠന റിപ്പോർട്ട് കൂടി പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. സൾഫൈഡിന്റെയും അതോടൊപ്പം അമോണിയയുടെയും സാന്നിധ്യം പെരിയാറിലെ വെള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കുഫോസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പക്ഷെ അതിനു മുന്നേ ഈ PCB, അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കുഫോസ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.